പന്നി എന്ന വാക്ക് കേട്ടാൽ നെറ്റ് ചുളിക്കുന്നവർ, പന്നി ഇറച്ചി കാണുമ്പോൾ ഹറാം എന്ന് വിളിച്ചു പോകുന്നവർ ഇപ്പോൾ അതേ പന്നിയുടെ വിസർജനം കൊണ്ട് വളർത്തിയെടുത്ത ധാന്യം ആസ്വദിച്ച് കഴിക്കാൻ തയ്യാറെടുക്കുകയാണ്. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അങ്കിൾ സാം വിളമ്പുന്ന പന്നിക്കാഷ്ടം ചേർത്ത ധാന്യം ഇപ്പോൾ ബംഗ്ലാദേശിന് ഹലാലായി മാറിയിരിക്കുകയാണോ? നോക്കാം. അമേരിക്കയിൽ നിന്നുള്ള ചോളം ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് സംബന്ധിച്ച് ധാക്കയിലെ US എംബസി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. എന്നാൽ സംഗതി പാളിപ്പോയി. അമേരിക്കയിൽ ചോളകൃഷിയിൽ പ്രധാനമായും വളമായി ഉപയോഗിക്കുന്നത് പന്നിക്കാഷ്ടമാണ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ പന്നി ഇറച്ചിയുമായി ബന്ധപ്പെട്ട എന്തിനോടും കടുത്ത വിരോധമാണ്. മുൻപ് വളർത്തുമൃഗങ്ങളുടെ തീറ്റയിൽ പന്നിയുടെ അംശം കണ്ടെത്തിയപ്പോൾ ഇറക്കുമതി തന്നെ നിരോധിച്ചവരാണ് ഈ ബംഗ്ലാദേശുകാർ. എന്നാൽ ഇപ്പോൾ വിധി വൈപരീത്യം എന്ന് പറയട്ടെ, ട്രംപിന്റെ അമേരിക്കൻ നയങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കി പന്നിക്കാഷ്ടം കൊണ്ട് വിളയിച്ച ചോളം തന്നെ ബംഗ്ലാദേശികൾക്ക് തിന്നേണ്ടി വരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ പരിഹാസങ്ങളുടെ പെരുമഴയാണ്. ഇസ്ലാമിസ്റ്റ് മതമൗലികവാദികൾ ഇനി പന്നിക്കാഷ്ടം ചേർത്ത ചോളം ആസ്വദിച്ച് കഴിക്കട്ടെ എന്നൊക്കെയാണ് പലരും ട്രോളുന്നത്. ഇതിന്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ അമേരിക്കൻ കർഷകരുടെ ലാഭം മാത്രമാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമാകും. ഈ വർഷം അമേരിക്കയിൽ ചോളത്തിന്റെ ഉൽപാദനം റെക്കോർഡ് വർധനവിലായിരുന്നു. ഇത് വിറ്റഴിക്കാൻ അവർക്ക് വിപണി വേണം. ഇന്ത്യയെ അതിനായി അവർ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എങ്കിലും കർഷക താല്പര്യം, തദ്ദേശീയരായിട്ടുള്ള കർഷക താല്പര്യം മുൻനിർത്തി ഇന്ത്യ അതിനെ ശക്തമായി എതിർത്തിരുന്നു. എന്നാൽ ബംഗ്ലാദേശിന്റെ അവസ്ഥ അതല്ല. വസ്ത്ര കയറ്റുമതിയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ കനത്ത നികുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. പകരമായി അവർക്ക് അമേരിക്കൻ ഗോതമ്പും ചോളവും സോയാബീനും ഒക്കെ വാങ്ങേണ്ടി വരുന്നു. സാധാരണക്കാരായ ബംഗ്ലാദേശികൾക്ക് മേൽ ട്രംപിന്റെ ഭക്ഷ്യകട നയങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ വിശ്വാസത്തെക്കാൾ വലുത് രാഷ്ട്രീയ താല്പര്യങ്ങളാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയുന്നു. അമേരിക്കൻ മണ്ണിലെ പന്നിക്കൂട്ടങ്ങളുടെ വിസർജനം ബംഗ്ലാദേശിലെ തീൻമേശകളിൽ ചോളമായി എത്തുകയാണ്. ചുരുക്കത്തിൽ പന്നി ഇറച്ചി കഴിക്കുന്നത് പാപമായി കാണുന്നവർക്ക് പന്നി കാഷ്ടം വളമായി ഉപയോഗിച്ച ധാന്യം നൽകിക്കൊണ്ട് അമേരിക്ക സാംസ്കാരികമായും സാമ്പത്തികമായും ബംഗ്ലാദേശിനെ പരിഹസിക്കുകയാണ്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഭരണകൂടങ്ങൾ ഉള്ളിടത്തോളം കാലം വിദേശ രാജ്യങ്ങളുടെ ഇത്തരം വിസർജ്യങ്ങൾ വിഴുങ്ങാൻ ബംഗ്ലാദേശിനെ പോലുള്ള രാജ്യങ്ങൾ ഇനിയും നിർബന്ധിതരാകും. ആസ്വദിച്ചു കഴിക്കൂ ബംഗ്ലാദേശികളെ, അങ്കിൾ സാമിന്റെ വക പ്രത്യേക വിഭവം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.